യോ ചാറ്റടാ മച്ചാന്മാർ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് അവൻ ഇതിൻ്റെ വേറൊരു വണ്ടി എനിക്ക് ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് നമ്മൾ ഞറോട്ട് നൻപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മച്ചാന്മാരെ. അവൻ്റെ വണ്ടി നേരത്തെ കണ്ടേണ്. അപ്പോൾ എന്തായാലും ചെറുക്കാൻ വരും. നമുക്ക് പോയിട്ട് എന്തായാലും ഇതടിക്കാൻ മറ്റേ വണ്ടി പോയി വാങ്ങിക്കാം. അതേ സമയത്ത് നമുക്കൊരു ട്രിപ്പ് ഒക്കെ പോകാം ഈ വണ്ടിയിൽ. അതായത് പുതിയൊരു കിട്ടുന്ന വണ്ടിയാണല്ലോ, അതിൽ പോയി ഇന്ന് പോകാൻ ചെയ്യാം. ഈ വണ്ടി അങ്ങനെ വളരെ ഓടിക്കാറില്ലാത്തൊരു വണ്ടിയാണ്. ഇതിന് തുടക്കം, അതായത് എനിക്ക് തോന്നുന്നത് ഒരു മാസമൊക്കെ മുന്നേ എൻ്റെ കയ്യിൽ ഈ വണ്ടി ഇരുന്ന സമയത്ത് ഒരു മോഡിഫിക്കേഷൻ ഉള്ള ഒരു വണ്ടിയായിരുന്നു. പക്ഷേ എൻ്റെ മണ്ടത്തരം കാരണം വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. സത്യം പറയാല്ല, അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം പിന്നെ പോയിട്ട് എന്തൊക്കെ ആയാണ് ഈ ഒരു കളർ കിട്ടിയത്. ഇത് കുഴപ്പമില്ല, പക്ഷേ മറ്റതിൻ്റെ ഒരു അംശം പോലും എത്തൂല. പറയാമല്ലോ ഗൈസ്, സീരിയസ്ലി പറയാമല്ലോ. എന്തായാലും കൊള്ളാം ഗൈസ്. ഇപ്പോൾ ഞാൻ റൂമിട്ട് നിങ്ങളെല്ലാവരും വന്നാൽ ഗൈസ് സീരിയസ്ലി. ഓക്കെ കിൽഡ്യൂഡ് ഇട്ടുണ്ട്, വി എൻ ഡിസൂസ, ആരോൺ ജോസഫ്, കാറ് വേൾഡ്, നറൂട്ടോ. ഓക്കെ ഒരുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് ആ കടയിലങ്ങോട്ട് കയറിയാലോ? അല്ല അവരെല്ലാവരും വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കയറിയാലോ ഗൈസ്? അത് തന്നെ, കടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാലും പോരെ. അത് തന്നെ, എനിക്കിപ്പോൾ എന്തായാലും വലിയ ദാഹവും വിശപ്പൊന്നും ഇല്ല. വേണേൽ ഒരു ട്രിപ്പ് പോകണമല്ലോ, ഒരു ജ്യൂസാനും കുടിച്ചിട്ട് സെറ്റാക്കാം. ഇവിടെ വെയിലാണ്, കുറച്ചും കണ്ട് മാറി ഇന്നല്ല ഗൈസ്. കുറച്ചും കണ്ട് മാറിക്കാം, കുറച്ചും കണ്ട് എവിടെ കുറച്ചും കണ്ട് പോട്ട്. ഓടണൊക്കെ ഉണ്ടല്ലോ ഇവൻ. ക്യാരക്ടർ സ്പീഡൊക്കെ കുറച്ച് ഇതായി സെറ്റാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇവിടെ തണലില്ലടാ വെച്ചാൽ മതി. ഇതെന്തില്ലടാ ഇവിടെ തണലിനുള്ള ഇതില്ല കേട്ടോ. കണ്ട ഇത്ര സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കാൻ പറ്റും. ഒരു കടയിൽ ഇത് കയറിയിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെ ഓക്കെയാണ് ഗൈസ്. എടാ ഞാൻ ഇവിടെ ഈ തണലത്തേക്കുവാണ് ഗൈസ്. ഓക്കെ എന്തായാലും നോക്കാം. ഹേ ഗൈസ്, എന്തായാലും നോക്കാം. ഇവിടെ തുറന്ന് അത് ഇതുവഴി കയറണം. ഓക്കെ അങ്ങനെ. എടാ ഇവിടെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഇത്ര വന്ന് അങ്ങനെ നിൽക്കാറില്ല. ഇത് നൈസായിട്ടുണ്ട്. ഇവിടെ തണലുണ്ടാ, കുറച്ച് കുറവാണ്. ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഗൈസ്. ഈ ഒരു സ്പോട്ട് തണൽ കൊണ്ട് അത്യാവശ്യം നൈസായിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും കൊള്ളാമല്ലേ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നൈസായിട്ടുണ്ട് ഗൈസ്. എടാ ഞാൻ തണലത്തൊക്കെ വെയിറ്റാക്കി ഇരിക്കുവാണ്. നിങ്ങളൊക്കെ വന്നോ അല്ലേ? അല്ലേ കുറച്ച് കഴിഞ്ഞ് കടയിൽ കയറാം, മനസ്സിലായില്ലേ? അവർ വരാൻ വൈകുമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നേരെ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് മനസ്സിലായി, ജ്യൂസാനും കുടിച്ച് അങ്ങനെ വെയിറ്റ് ആക്കാം, മനസ്സിലായില്ലേ ഗൈസ്? എന്നിട്ടും വൈകുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് അടിച്ച് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും കുറേ ഇട്ട് വണ്ടി എടുപ്പിക്കാൻ പറ്റില്ല മുത്തേ, സീരിയസ്ലി. എന്തായാലും നോക്കാം. ലേറ്റ്സ് ഗോ ബ്രോ, ലേറ്റ്സ് ഗോ. കടയുടെ കാര്യങ്ങളെപ്പറ്റി നോക്കട്ടെ കേട്ടോ സീരിയസ്ലി. തന്നെ അപ്പോഴത്തെ ഈ കടയുടെ ഈ ചുറ്റുമുള്ള സംഭവങ്ങളും ഈ കടയായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഈ സംഭവം എല്ലാം വെച്ചിട്ടുണ്ടല്ലോ ഒരു പോസ്റ്റർ പോലെ, അതൊക്കെ ഒന്ന് നോക്കിയോട്ടെ സീരിയസ്ലി. നമ്മളങ്ങനെ അതൊന്നും അല്ല നമ്മൾ തിരക്കായിട്ടിരിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലേ. വരും പെട്ടെന്ന് ഫുഡ് കഴിക്കും പോകും, അങ്ങനെയൊക്കെ അല്ലേ കേസ്. പിന്നെ ഫുഡ് കഴിക്കാൻ വരുമ്പോട്ട് വൈകിപ്പിക്കും, എന്നാൽ പോലും അത്യാവശ്യം മനസ്സിലായില്ലേ കേസ് സീരിയസ്ലി. അത് എന്നാലും നോക്കാം. ഇങ്ങോട്ട് കയറിയല്ലേ അവിടെ കടയിനകത്ത് ഇതാക്കണോ? ജസ്റ്റ് അങ്ങോട്ട് വണ്ടിയിലങ്ങോട്ട് നിന്ന് നോക്കട്ടെ കേസ്, വണ്ടിയിലങ്ങോട്ട് നിന്ന് നോക്കട്ടെ. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരെയും കാണാനില്ലെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് കടയിൽ കയറാം, സമയം വണ്ടി അടുപ്പിക്കണ്ട. അവിടെ എത്ര പേരാ വന്നിരിക്കണ? പിന്നെ ഒരാൾ പോലും എന്ത് കടയിലങ്ങോട്ട് വരാത്ത? ശേ ഞാൻ ചോദിച്ചു നിങ്ങൾ കടയിലങ്ങോട്ട് വന്നെന്ന്. ഞാൻ ചോദിച്ചു ആരും വന്നില്ലെന്നാ. ഓക്കെ. യോ ബ്രോ, ആ വണ്ടി കൊള്ളാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ ടയറും കൊള്ളാം, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇതും കൊള്ളാം. ബാക്കി സാധാ ബ്രോ സെറ്റിങ്സ് ഓഫ് ആക്കണം. ഓക്കെ ബ്രോ, ഞാൻ മറന്നിടാൻ വെച്ചി. ആക്കി അപ്പോൾ ആ കടയിൽ പോവാം, നടന്നിരുന്ന് വെയിറ്റ് ആക്കി. ഈ വണ്ടിയാണ് നമുക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നെങ്കിൽ നമ്മൾ മച്ചായി ഒന്ന് കഴിവ് എടുക്കണം കേട്ടോ. എന്തായാലും സെറ്റാക്കാം. എടാ എനിക്ക് വന്നില്ല, ഞാൻ ഓഫാക്കി. വന്നു. മച്ചി സീരിയസ്ലി മുത്തേ കിട്ടിയിട്ടുണ്ടാ മച്ചി, കിട്ടി മച്ചാ. സീരിയസ്ലി താങ്ക് യു മച്ചാ, സീരിയസ്ലി. ഓക്കെ എടാ അത്യാവശ്യം കൊള്ളാടാ, അത്യാവശ്യം മറ്റേ ചുമത്തി കൂടെയൊക്കെ ഇത്തിരി ഇതായിട്ടുണ്ട്. ഓക്കെ എടാ ഞാൻ വീണ്ടും കഴിവിട്ട് വരട്ടാ ഗൈസ്, കടയിൽ കയറിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ യുഡോ എടാ ഞാൻ എന്തിനീ കാണണ ഡിയർ ഫ്രണ്ട് മാനെന്നാ. ഉള്ള കാര്യം പറയാലടാ, ഇന്നലെ വന്ന് കണ്ട റൊണാൾഡോ ബസ്സിന് ശേഷം 2ാം സ്ഥാനം ഇതിന് തന്നെ കേട്ടാ. ഇന്നലെ കണ്ട റൊണാൾഡോ ബസ്സിന് ശേഷം 2ാം സ്ഥാനം ഇത് തന്നെ. സീരിയസ്ലി പറയാല്ല.
റിഡംഷൻ്റെ കാറടാ മച്ച, സീന് വണ്ടി കേട്ടാ. എടാ ഒരു ഡബിളിടാ നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോൾ എന്തോ എടാ ഇതൊന്നും നമുക്ക് വേൾഡ് സെയിൽ കിട്ടൂലടാ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേൾഡ് സെയിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് വാങ്ങിച്ചു തരാം. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. നമുക്ക് ആ ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാല്ല. മാരകം കേട്ടടാ. ഒട്ടും പ്രതീക്ഷയില്ല. ഇതുപോലൊരു വണ്ടി ഇപ്പോൾ ഇവിടെ വരുമെന്ന് കേട്ടാ. ഓക്കെ, ഞാനൊരു പിക്ക് എടുത്തോട്ടെ. സീനല്ലേ ഗൈസ്. എടാ ഇതൊന്നും നമുക്ക് കിട്ടൂലേ ഗൈസ്? സീരിയസ്ലി നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നും കിട്ടൂലേ ഗൈസ്? ഇതേമാതിരി സ്വന്തമായിട്ട് പണിയണേണ നമുക്ക് ഇതേപോലത്തെ. അവിടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബസ്സൊക്കെ ഒന്നേ വാങ്ങിച്ചിടാൻ പറ്റും കണ്ടോ. സത്യം പറയല്ലേ, അതാണ് വിഷമം. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ബസ് സൂപ്പർ ബസ്സാണ്. ആ ഒരു സിംഗത്തിൻ്റെ സാധനം ഭയങ്കര നൈസ് സാധനമാണ്, മനസ്സിലായില്ലേ? എന്തായാലും കൊള്ളാം. ഞാനൊരു ബസ് തരട്ടെ എന്നാ. എടാ എൻ്റെ അടുത്താ വച്ചി. എടാ എൻ്റെ ഇപ്പോൾ നല്ലൊരു ബസ്സാണ് ഇരിക്കണതും കൂടി. എന്തായാലും ഈ ബസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി കേട്ടോ. സത്യം പറയലടാ, സത്യം പറയല. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ മൊത്തം ഈ ബസ്. നമുക്ക് ഈ ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? സത്യമായിട്ട് എനിക്കിന്ന് ഞാൻ കൂടുതൽ പറയാനില്ല. സത്യമായിട്ട് എനിക്കിത് ഭയങ്കര എന്തോ ഒരു ഇത് ഇഷ്ടമായി. കഷ്ടം വന്നടാ സീരിയസ്ലി. എടാ ഇത് ഞാൻ ഒന്നും പറയല്ലേ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ എനിക്കിത് വേണമെന്ന രീതിയിൽ ഇത് വരും. സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം കൊള്ളാം കേട്ടാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സാധനം ഈ വണ്ടി കേട്ടാ. ഈ ഒരു ബസ് അത് ഈ ഒരു ഗെയിമാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇന്നലെ കണ്ട ഒരു റൊണാൾഡോ ബസ്സിൻ്റെ അത്ര പറയൂലേ. കാരണം വെച്ചാൽ റൊണാൾഡോ നമുക്ക് ഇതല്ലേ, അത്രയ്ക്ക് ഇതല്ലേ. അതുകൊണ്ട് റൊണാൾഡോ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പറയും. പക്ഷേ റൊണാൾഡോ കഴിഞ്ഞ് 2ാം സ്ഥാനം ഈ വണ്ടിക്കാണേ. സത്യം പറയില്ല. അതും കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടിക്ക് ഞാൻ സ്ഥാനം കൊടുക്കും, എൻ്റെ ഇപ്പം ഇരിക്കുന്ന ബസ്സിന്. സത്യമായിട്ടും ഞാൻ കൊണ്ടുവന്നിട്ട് ഇഷ്ടമായാലും എടുത്തു വന്നാ. ഇവിടെ ഫ്രണ്ട് മാനെ സീരിയസ്ലി മച്ചി. എടാ വേറെ അക്കൗണ്ടിലാണ് നിനക്ക് ബ്രോ എന്നാ. അവിടെ സത്യം പറയാം ഗൈസ്, ഞാൻ ഉള്ള സത്യം പറയട്ടെ ഗൈസ്. ഈ ബസ് നമുക്കൊരിത് ഇതായി ഇഷ്ടപ്പെട്ട്. ഇതും ഇന്നലെ കണ്ട ആ ഒരു ഇതും റൊണാൾഡോ ബസ്സിൻ്റെ അത് രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചില്ല, ഒട്ടും വിചാരിക്കാത്ത ഒരിതില്ലേ മുത്തേ. അതാണ് ഇപ്പോൾ വരാം. ഓക്കെ. എൻ്റെ പൊന്നോ എന്തൊരു ബസ്സല്ലേ. എടാ എൻ്റെ ഇപ്പം ഇരിക്കുന്ന ബസ് മാരക ബസ്സാണ്. എൻ്റെ ഇരിക്കുന്ന ബസ്സുണ്ടല്ലോ അത്യാവശ്യം ആ ഒരു സിംഗത്തിൻ്റെ ബസ്സുണ്ടല്ലോ. എൻ്റെ ഒരു നമ്മൾ ഓഫ് റോഡ് കാരണം ടോപ്പ് ഒരു വണ്ടി ഇരിപ്പില്ലേ മുത്തേ സിതാൻ തന്ന അതിൻ്റെ ബസ് മോഡാണ് അത്. ബസ്സില്ല ബസ് അത് ബസ്സാക്കി എങ്ങനെ ഇരിക്കും സിംഗത്തിൻ്റെ പടം വെച്ച്. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ബസ് ഒരു അംശം പോലും മോശമല്ല, അതും ടോപ്പാണ്. പക്ഷേ നമുക്ക് ഈ ഗെയിമൊക്കെ ഒരു PC ഒക്കെ എടുത്താൽ കളിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു ഗെയിം, അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഗെയിമുകളിൽ ഒന്നാണ്, മനസ്സിലായില്ല? അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട്, മനസ്സിലായില്ലേ? സീരിയസ്ലി അറിയാലേ. ഇതിൻ്റെ അകത്ത് ബസ് പറഞ്ഞാൽ സീപ്പ് ആൻഡ് ടൂലാണെങ്കിൽ നമുക്ക് ഒരു 5-6 ബസ്സൊക്കെ തന്നെ ഒരു വണ്ടിയൊക്കെ തന്നെ വാങ്ങിച്ചിടാൻ പറ്റും. അങ്ങനെ ഒരു നല്ല കാര്യം സീപ്പ് ആൻഡ് ടൂലുണ്ട്. ഇതിലങ്ങനെ ഇല്ലടാ. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറയല്ലേ സീരിയസ്ലി. ഞാൻ ഈ ട്രിപ്പ് പോകാൻ രീതിയിലൊക്കെയാണ് നിന്ന. ഒരു പുതിയ വണ്ടി ഇപ്പോൾ കിട്ടിയില്ല, നമ്മളെ റൂട്ട് അവൻ്റെ ഇഷ്ടം കൊണ്ട് നമുക്ക് തന്നത്. അപ്പോൾ അതൊക്കെ പോകാൻ നിന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മുത്തേ സീരിയസ്ലി എനിക്കൊന്ന് എന്ത് പറയടാ. അയ്യോ വഗടിച്ചടാ ലൊട്ട. നിങ്ങളെന്ത് ലൊട്ട കാണിക്കണം അതിനിടയിൽ കയറി? ഞാൻ പേടിച്ചു എന്തോന്ന് മുത്ത അതിനിടയിൽ. ഇതാരോടെ അയക്കണ? എടാ ഇത് ലവനാണാ? അല്ലടാ അല്ല ഓക്കി. ഞാൻ വിചാരിച്ചു മറ്റേ ഉജി അങ്കര മെസ്സി ആണെന്ന് വിചാരിച്ചു മച്ചാനെ. സീരിയസ്ലി മെസ്സി ആണെന്ന് വിചാരിച്ചു. ഓക്കെ. കാർ വേൾഡ് അക്സെപ്റ്റ് ആക്കൂന്ന എന്തൊരു അക്സെപ്റ്റ് ആക്കാൻ മനസ്സിലായില്ലടാ. ഇതൊന്നും ഇല്ലടാ, സാധാ ഒരു വണ്ടിയില്ലടാ മൊത്തം. ഇതെൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഏതൊക്കെ നല്ല മോഡൽ ഇപ്പോൾ ഉണ്ടാ. എൻ്റെ ഉള്ളയാണെങ്കിൽ ഞാൻ എന്തായാലും അക്സെപ്റ്റ് ആക്കൂല. അതെങ്ങനെ അക്സെപ്റ്റ് ആക്കും ഗൈസ്? ഞാൻ ഇത് എൻ്റെ ഉള്ളയാണെങ്കിൽ ഇങ്ങനെ അക്സെപ്റ്റ് ആക്കും. എൻ്റെ വേറെ ഇതായി പോവില്ലേ? എടാ ചാറ്റ് കുറേ ആയിട്ട് നോക്കില്ല കേട്ടോ ഗൈസ്. സീരിയസ്ലി പറയാല്ലേ, ചാറ്റ് കുറേ ആയിട്ട് നോക്കില്ല. ഇതെനിക്ക് വേണം വേൾഡ് സെയിലാണ് കേട്ടോ. ചാറ്റ് ഒക്കെ കേട്ടോ. വെയിറ്റ് ആകെ ഇതോടെ നോക്കിക്കോട്ടെ. ഇത് വേൾഡ് സെയിലിലെ കാറാണ് കേട്ടോ. വേൾഡ് സെയിലിലെ കാറാണ്. വേൾഡ് സെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ ഇതൊക്കെ വേൾഡ് സെയിലാണ്. പക്ഷെ കൊള്ളാം. ഇതൊക്കെ ആരെങ്കിലും പണിയനായിരിക്കില്ലേ സീരിയസ്ലി? അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇത് ചെയ്യൂടാ സീരിയസ്ലി പറയല്ലേ.
ഇത്രയ്ക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ വേൾഡ് സൈഡിൽ ഇപ്പോൾ വേറെ ഇതല്ല നമ്മൾ റിയൽ ആയിട്ടിരുന്ന് പണിയണവന്മാരും കാണൂല ഒരുപാടൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ എന്തിനാണെന്നാണ് അത്രയ്ക്കൊക്കെ ഇതാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തായാലും കൊള്ളാം. ഞാൻ മെഡൂല എടാ മെഡൂല എടാ മനസ്സിലായില്ല. മെഡൂല ആര്? ലൊട്ടയാണ് പണ്ട് വന്ന ലൊട്ടയാണ്, മറന്നിട്ടില്ല. അവൻ എന്തെങ്കിലും പണ്ണണ വരെ ഇവിടെ വെയിറ്റ് ചെയ്യും, അവനെ നിർത്താൻ പറ്റൂല. ബൈ ഗിഫ്റ്റ് എന്നാ എടാ വേണ്ട, എൻ്റെ ഉണ്ട് വെച്ചാൽ ഉണ്ട് കിൽഡിയോട് കയറുന്ന എടാ ഇല്ല നമ്മൾ കുറച്ചുകൂടെ നിന്നിട്ട് പോവാൻ. ഗിഫ്റ്റ് എൻ്റെ ഉണ്ട് വെച്ചാൽ എൻ്റെ ഉണ്ട് എടാ റിപ്ലേസ് അടിക്കും എൻ്റെ ഉണ്ട് റിപ്ലേസ് ആവും. എൻ്റെ നീ എന്തൊരു മെഡുലാന്ന് കിട്ടാ അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. കേൽ മച്ചു ഇതൊക്കെ ആറൊക്കെ കേലെന്നറിയാം, കേലെന്ന് എവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മച്ചു നമ്മളങ്ങനെ കേട്ടിട്ടില്ല. അനദർ തരാമെന്നാ ഇവിടെ എൻ്റെ ഉള്ളയാണെങ്കിൽ എനിക്ക് ഇതാക്കത്തില്ല മച്ചാ, അത് മനസ്സിലാക്കണം നിങ്ങൾ. ലൈവ് കാണുമ്പോൾ കേൾക്കാമല്ലോ, എൻ്റെ ഉള്ളയാണെങ്കിൽ റിപ്ലേസ് അടിക്കത്തില്ലടാ. അണച്ചാൽ അത്യാവശ്യം നല്ല ഓരോരുത്തരെ ഗിഫ്റ്റ് അല്ലേ, നമുക്ക് അതിനങ്ങോട്ട് പരമാവധി ഇതാക്കത്തില്ല. എന്നാലും നമ്മളങ്ങനെ ആക്കുമില്ലെന്നല്ല, എന്നാലും മനസ്സിലായില്ലേ, ചില വണ്ടി നമ്മളങ്ങനെ നോക്കാതെ ഒന്നും ഇതാക്കത്തില്ല, റിപ്ലേസ് ആക്കത്തില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ റൂമിൽ എത്ര പേരുണ്ട് ഗൈസ്? റൂമിൽ എത്ര പേരുണ്ട് ഞാൻ നോക്കിയോട്ടെ. നമ്മൾ ഇതുവരെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയല ഗൈസ്. നമ്മൾ ഇതുവരെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നമ്മൾ ട്രിപ്പ് അടിക്കാനാണ് വന്നത്. എന്നിട്ട് ഇവിടെ വണ്ടി മറ്റേ ബസ് കണ്ട് നമ്മൾ അമ്പരം നിന്ന് പോയി. കാരണം വെച്ചാൽ ആ ബസ് അത്യാവശ്യം നൈസ് ബസ്, ആ ഗെയിം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബസ്സും സീനല്ലേ, അത് തന്നെ. ഞാൻ ചേട്ടൻ നോക്കിയോട്ടെ, ഞാൻ ലേറ്റായി എന്നാ അഭിമന്യു. ഓക്കേടാ റൂം മോഡറേറ്റർ എത്ര അരമണിക്കൂർ ലേറ്റായി, കുഴപ്പമില്ല. ഞാനാണ് ഫ്രോണ്ട് വാൻ. നീലം പറ്റിയ ബസ് കൊണ്ടുവന്നു വെച്ചാൽ ഓക്കേടാ, നല്ല ബസ്സായിരുന്നു കേട്ടോ സീരിയസ്ലി. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോണ്ട് നിങ്ങളെ കിട്ടണം. നിങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടിയാൽ വെച്ചാൽ അതൊക്കെ നമുക്കൊന്നും അത് ഒരിക്കലും കിട്ടില്ല. നമുക്ക് കുറേ ലൊട്ട സാധനങ്ങളാണ് വേൾഡ് എൻഡിലൊക്കെ പോയാൽ നോക്കിയാൽ കിട്ടണം, വേൾഡ് സൈഡിലൊക്കെ. എന്തായാലും കൊള്ളാം വെച്ചാൽ, എന്തായാലും കൊള്ളാം. നല്ല വണ്ടി കേട്ടോ. ബ്രോ എന്നെ മോഡറേറ്റർ ആക്കടാ. മോഡറേറ്റർ ഒന്നും ഇല്ലടാ വെച്ചാൽ, മോഡറേറ്റർ നോക്കൂല. നമുക്ക് ഓൾറെഡി അത്യാവശ്യം ഉള്ളവന്മാരെ തന്നെ മിക്കവാറും നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ ഇക്കാക്കും, പറയത്തില്ല. മനസ്സിലായില്ല, നമുക്കിപ്പോൾ എന്തായാലും മോഡറേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ ഗൈസ്? കുഴപ്പമില്ല. ഞാൻ പോയിട്ട് വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ലൈവ് കണ്ടു നോക്കിയായിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിൽ മോഡറേറ്റേഴ്സിന് എത്ര വെച്ചേക്കണം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ മോഡറേറ്റേഴ്സിന് ഒരാവശ്യമില്ല ഗൈസ്, ഒരാവശ്യമില്ല. ഇറ്റ്സ് മഹദിൻ. ഓക്കെ എടാ എന്തായാലും കൊള്ളാം അല്ലേ ഗൈസ്? എടാ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ചലിച്ചാലാ? പോയാലാ? ഞാൻ വണ്ടി ഇനിയിപ്പോൾ കിട്ടിയല്ലത് എവിടെ? അതും പോയാ? എടാ ഇപ്പം എനിക്ക് തന്ന വണ്ടി ഏതാണ്? എടാ വണ്ടി എൻ്റെ വണ്ടിയല്ലേ അത്? എടാ ഇത് എൻ്റെ വണ്ടിയല്ലേ? അതല്ല, ഞാൻ വിറ്റ വണ്ടിയല്ലേ? എടാ ഇവിടെ എനിക്ക് ഗിഫ്റ്റ് തന്ന വണ്ടി എവിടെ? അതും പോയാ? എടാ ഞാൻ മിക്കവാറും റൂമിൽ നിന്ന് ഇറങ്ങി കയറേണ്ടി വരും കേട്ടോ, സീരിയസ്ലി ഇറങ്ങിയിട്ട് പുതിയ റൂം ഇടേണ്ടി വരും കേട്ടോ. എടാ എന്നാലും നമ്മൾ ഒന്നും ഇങ്ങോട്ട് പോയില്ലടാ. എനിക്ക് കടയിൽ കയറി ജ്യൂസെങ്കിലും കുടിക്കാടാ. അത് തന്നെ, എനിക്ക് ട്രിപ്പ് അടിക്കേണ്ട കുഴപ്പമില്ല, എനിക്ക് നെക്സ്റ്റ് റൂം ട്രിപ്പ് അടിക്കാം. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ ഞാൻ വിറ്റ വണ്ടിയാണ് നീ അത് ചെന്ന് ചെയ്താലും എനിക്കൊന്നുമില്ല, എൻ്റെ അല്ല. ഇത് നമുക്കൊരു കടയിൽ കയറി ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പോവാം. അതെങ്കിലും ആവട്ടെ. റെഡ് ഫോക്സ് ബ്രോ സോറി എന്തിനു മനസ്സിലായില്ല? എന്തായാലും നോക്കാം. സാൻ്റെ റെഡ് ഫോക്സ് ബ്രോ എടാ പറടാ. തലപ്പത്തി ഞാനേ സീരിയസ്ലി മച്ചി. എന്തായാലും നോക്കാം. ഡോർ തുറന്നു. ഞാൻ ബ്രോ നമുക്കൊരു പിക്ക് എടുക്കാം തമ്പനയിൽ നിന്ന്. എടാ നിങ്ങളാരും മര്യാദയ്ക്ക് നിൽക്കണമെന്നില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം ചെയ്യും, മിക്കവാറും ഞാൻ അവിടെ സെറ്റാക്കാം. ഞാൻ ഒരു കാര്യം പറയില്ല സീരീസിൽ, ഞാൻ ഇവിടെ അല്ലാതെ ഒരു ലൈവ് കഴിയുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ തമ്പനയിൽ നല്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഒരു സിംഗിളായിട്ടൊരു പിക്ക് എടുത്തിട്ടാണ് ഞാൻ തമ്പനയിൽ ഇടുക ഗൈസ്. നിങ്ങൾ മര്യാദയ്ക്കാതെ ഞാൻ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും പറഞ്ഞ് കേൾക്കൂലെങ്കിലേ, മനസ്സിലായില്ലേ? അതാണ് എന്തായാലും നോക്കാം. ഏതാ വണ്ടി എന്തൊക്കെ പറയണടാ? ഏതാ വണ്ടി നന്ദി? ഞാൻ ഫ്രണ്ട് മാനാണ് സാൻ്റെ. ഓക്കെ സാൻ്റെ. സാൻ്റെ ഓക്കേടാ. ഓക്കെ എടാ പിക്ക് നമുക്ക് എടുക്കാം കേട്ടോ, പിക്കൊക്കെ സെറ്റാക്കാം. പിക്ക് ഫോട്ടോ ഇല്ല, ഇതിനകത്ത് ഫോട്ടോ സെറ്റാക്കാം. ചായ മതി.
ചായ മതി ചായ മതി ചായ മതി ചായ മതി ഗൈസ്. ഡോണ്ട് ഹേറ്റ് ഗെയിം ബ്രദർ എന്നാടാ മൊത്തം. ഞാൻ എന്ത് ഗെയിമിനെ ഹേറ്റ് ചെയ്യണം? ഞാൻ എന്ത് ഗെയിം ഹേറ്റ് ചെയ്യണം? ഈ ഗെയിമല്ലേ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം. മനസ്സിലായി? നമ്മളെന്തൊരു ഗെയിമിനെ ഹേറ്റ് ചെയ്യണം? പിന്നെ ലൊട്ട നമ്മൾ പറയും, അത് പിന്നെ ഇതാക്കല്ലേ. ലൊട്ട കണ്ടാൽ നമ്മൾ പറയൂലേ മൊത്തം സീരിയസ്ലി. അച്ഛൻ്റെ പേരിട്ടോണ്ടൊന്നും ഗെയിം വരല്ലേ? അച്ഛൻ്റെ പേരെന്ന് ഇട്ടോണ്ട് ഗെയിം വരല്ലേ? എന്ത് മച്ചാ, അച്ഛൻ എത്ര ഇഷ്ടമാണെന്ന് വെച്ച് അച്ഛൻ്റെ പേരെന്ന് ഇട്ടുകൊണ്ട് എപ്പോഴും ഗെയിമിലൊന്നും വരാൻ സമ്മതിക്കാൻ പറ്റൂലേ? പോയാണ് പിന്നെ ആയിട്ട് ആ ഉള്ള ചായ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും സാധനം വെച്ചിരിക്കണ പോലെ തോന്നുന്നു. അപ്പോൾ എടുത്ത് കുടിക്കട്ട്. ഇത് എന്തൊരു ഉണക്ക ചേറും ലൊട്ടയൊക്കെ. എന്തായാലും ശരി പോവാം. ചായ എവിടെയാലും പോയിരുന്നു. ആ ചായ കുടിച്ച് നിന്നാലും കുടിക്കാമല്ലോ തന്നെ. നിന്നാലും കുടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഹേ ഗൈസ്, എടാ മച്ചാമാരെ, നമ്മൾ നെക്സ്റ്റ് റൂമിലോട്ട് പോകാൻ പോവാണ് ഗൈസ്. ഇവിടെ നമ്മൾ ട്രിപ്പ് പോകാൻ ഇതിലൊക്കെ നിന്നാൽ പിന്നെ ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വണ്ടി ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് കുറേ സമയം പോയി. അപ്പോൾ ഇനി വീണ്ടും മറ്റേ വണ്ടിയും കാണാനില്ല. അതുകൊണ്ട് നെക്സ്റ്റ് റൂം ഇടുക, എന്നിട്ട് അതിൽ ട്രിപ്പ് അടിക്കാം ഗൈസ്. ഓക്കെ എന്തായാലും നെക്സ്റ്റ് റൂം എല്ലാവരും വന്നു. അത്രേ ഉള്ളൂ.